ഹലോ, എല്ലാവർക്കും ഇഷാൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒറ്റ മാസം കൊണ്ട് എങ്ങനെ 10 കിലോ കുറച്ചെടുക്കാന്നുള്ളതാണ്. നമ്മൾ ഓടാനോ ചാടാനോ വർക്കൗട്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ കൂളായി ഇരുന്നു കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ അല്ലെ. അത് ഒന്നുകിൽ ഓവർ വെയിറ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തീരെ വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല തടിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല അത്ര വെയിറ്റ്, അതിനേക്കാളും വെയിറ്റ് ആയിരിക്കും നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. ഈ ഞാൻ ഉൾപ്പെടെ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഡെയിലി എനിക്കറിയാം ഒരുപാട് പേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അരമണിക്കൂറും 1 മണിക്കൂർ 2 മണിക്കൂറോളൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് ഡെയിലി കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് നമുക്ക് വെയിറ്റ് നോക്കും, വെയിറ്റ് കുറയുന്നില്ല, അല്ലെങ്കിൽ 1 കിലോ 2 കിലോ ഒക്കെയാണ് കുറയുന്നുള്ളതെങ്കിൽ നമുക്ക് ഫുൾ എന്താവും, നമ്മൾ ഡൗൺ ആയി പോകും അല്ലെ. ഇത് എത്രയൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടാൻ എളുപ്പമാണ് അല്ലെ. നമ്മൾ നിറയെ വീട്ടിലിരുന്ന് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ നല്ലോണം കഴിച്ചു കഴിയുമ്പോൾ ഏത് വെയിറ്റ് ഇല്ലാത്ത ആളാണെങ്കിലും ഒന്ന് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ടൈമിൽ. പക്ഷേ ഈ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ കുറയുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം പെട്ടെന്ന് കൂട്ടാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യ ശരീരത്തിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഇട്ട പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതിന് കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. നമ്മുടെ ബോഡിക്ക് കുറച്ച് ടൈം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരു 1 month ആണ് നമ്മളൊരു ചലഞ്ചായിട്ട് വെക്കുന്നത്. കാരണം ഒറ്റ മാസം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വീഡിയോ കാണുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തരുന്നുള്ളൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടും, ഇത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇട്ടിരിക്കും, അത്ര ഉറപ്പാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെള്ളം അല്ലെ. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന്, ഒരു ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളം കുടിക്കാൻ. അതായത് 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 കിലോ വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3.5 ലിറ്റർ അത്രയൊക്കെ കുടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വെയിറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. അതിലൊരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് വെള്ളം കുടിക്കണം. അത് വെള്ളം എങ്ങനെ കുടിക്കണം, നമുക്ക് എപ്പോഴും കുടിച്ചാൽ പോരാ. ആദ്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കൂല, എല്ലാവരും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് 1 ബോട്ടിൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെറും വയറ്റിൽ ഒരു മോർണിംഗ് ഡ്രിങ്ക് നമുക്ക് കുടിക്കണം. മോർണിംഗ് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് കുടിക്കാം എങ്ങനെ, ചെറിയ ഇളം ചൂടുവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം നമ്മൾ വെറും വയറ്റിൽ ഹോട്ട് വാട്ടർ കുടിക്കാം. കോൾഡ് ആയിട്ടുള്ള നല്ല തണുത്ത വെള്ളം അല്ല നമ്മൾ കുടിക്കേണ്ടത്, ചെറിയ ചൂടോടുകൂടി 1 ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ എഴുന്നേറ്റതും വെറും വയറ്റിൽ കുടിക്കുക. അത് നമ്മുടെ സ്കിന്നിനും ഒക്കെ ഒരുപാട് ഗുണം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഓവർ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. രാവിലെ എഴുന്നേറ്റ് ഈ 1 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നട്ട്സ് കഴിക്കാം. നമുക്ക് നട്ട്സ് കഴിക്കാം, ഒരു പിടി നട്ട്സ് നമുക്ക് കഴിക്കാം. ആ നട്ട്സ് കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നട്ട്സ് കഴിക്കാന്ന് പറയുന്നത്. ഈ നട്ട്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാല് കുടിക്കണമെങ്കിൽ കുടിക്കാം. പക്ഷേ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഷുഗർ. നമ്മൾ പഞ്ചസാര ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഈ പഞ്ചസാര കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഗുണവും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണങ്ങളിൽ തന്നെ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിപ്പോൾ ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഗോതമ്പ് കഴിച്ചു എന്ന് പറയുന്നതിൽ വലിയ കഥയില്ല. ഇനിയിപ്പോൾ തീരെ വിശപ്പ് എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഗോതമ്പ് കൊണ്ട് 1 ദോശ
അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കുക. ഇനി ഗോതമ്പ് കഴിക്കാമെന്ന് വെച്ചിട്ട് പൂരി ഒന്നും ചുട്ട് ആരും കഴിക്കരുത്, കാരണം അത് ഓയിലി ഫുഡായി മാറും. അതുകൊണ്ട് ഒരു ദോശയോ ഒരു ചപ്പാത്തിയോ രാവിലെ കഴിക്കാം. അതിൻ്റെ കൂടെ എപ്പോഴും ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുക. അതായത് ചെറുപയർ, പയറ്, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ മുള വരും. മുള വന്നിട്ട് എപ്പോഴും മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുളപ്പിച്ച് കഴിക്കാം. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ചിട്ട് കറികൾ നമ്മൾ കൂടുതൽ കഴിക്കാം. ഈ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ കറികൾ, വെജിറ്റബിൾസ്, ചീര, മുരിങ്ങയില, അങ്ങനത്തെ കുറേ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡ് കഴിക്കാം. പിന്നെ നമുക്ക് 2 മണിക്കും 3 മണിക്കും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കുക, വീണ്ടും ഫുഡ് കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ 2ന്റെയും 3ന്റെയും ഇടയിൽ കഴിക്കുക. കാരണം നമ്മൾ 4 മണി വരെയാണ് ഫുഡ് സമയം കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫുഡിങ് ടൈം എന്ന് പറയുന്നത് 4 മണി വരെയാണ്. പിന്നെ ഈ 4 മണി മുതൽ നമുക്ക് പിറ്റേ ദിവസം 8 മണി വരെ നമ്മൾ ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത്. 4 മണി തൊട്ട് 8 മണി വരെ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. എല്ലാവരെ കൊണ്ട് സാധിക്കും. ഈ എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. കാരണം ഞാനും വിശപ്പൊട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്കതിന് സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നമുക്ക് രാവിലെ 8 മണിക്ക് തുടങ്ങി ഈ വൈകുന്നേരം 4 മണി വരെ എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എന്ത് ഫുഡ് എന്ന് പറഞ്ഞാൽ 3 നേരം ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല എന്ന് ആരും പറയരുത്. കാരണം എന്ത് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. അധികം ഓയിലി ഒന്നും അല്ലാത്ത രീതിക്കുള്ള ഫുഡ് കഴിക്കാം. പക്ഷേ നമ്മൾ ഇത്ര എന്നുള്ളൊരു ടൈം വെക്കും അല്ലെ. 4 മണിയാണെങ്കിൽ 4 മണി, 5 മണിയാണെങ്കിൽ 5 മണി, 6 മണിയാണെങ്കിൽ 6 മണി. ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുഡ് കഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളൊരു 1 മന്ത് ഫോളോ ചെയ്യൂ. ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും. വെയിറ്റ് മാത്രമല്ല ഫാറ്റും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് കുറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ 4 മണി തൊട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അതുവരെ ഞാനിപ്പോൾ എനിക്ക് 3 മണിയാകുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചോറ് കഴിക്കും. അപ്പോൾ ചോറിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചേ കഴിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ വെള്ളം നമ്മൾ കുടിക്കേണ്ടത് രാത്രി 8 മണി വരെ. നമ്മളിപ്പോൾ 4 മണിക്ക് ഫുഡ് നമ്മൾ നിർത്തുകയാണെങ്കിലും 5 മണിക്ക് നിർത്തുകയാണെങ്കിലും 6 മണിക്ക് നിർത്തുകയാണെങ്കിലും 8 മണി വരെ രാത്രി നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പാടുള്ളൂ. വെള്ളം ഇങ്ങനെ കിടക്കുന്നവരെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രാത്രി കിടന്ന പാട് ഉറക്കം വരില്ല. അപ്പോൾ ഉറക്കവും നമ്മുടെ വെയിറ്റ് കൂടാനുള്ള മറ്റൊരു കാരണമാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ആയിട്ട് നമുക്ക് മൈൻഡ് എപ്പോഴും നമ്മുടെ റിലാക്സ്ഡ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഒരുപാട് ടെൻഷനിൽ നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ പറയാണ് ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കാം. അപ്പൊ നമുക്ക് നന്നായി വെയിറ്റ് കുറഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, നല്ലതുപോലെ ഉറങ്ങണം. അപ്പൊ ചുരുങ്ങിയത് ഒരു 9 മണിക്കൊന്നും ഇപ്പോൾ കഴിവതും ഒരു വീട്ടിൽ ആളുകൾ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനിമം ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നല്ല ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 8 മണിക്ക് ശേഷം വെള്ളം ഇങ്ങനെ കുറേ കുടിച്ചുകൊണ്ടിരുന്നാൽ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് എന്താവും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ മാക്സിമം ഒരു 7-8 മണിക്കൂർ ഡെയിലി ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഉറക്കം ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്, നന്നായിട്ട് വെള്ളം കുടിക്കുക അല്ലേ. ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണം. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞ കാര്യം ഫാസ്റ്റിംഗ്. അതായത് കറക്റ്റായിട്ട് എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ചോയ്സാണ്. എത്ര മണിക്കൂർ കറക്റ്റ്, എനിക്ക് എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റും, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. 4 മണിയാണെങ്കിൽ 4 മണി, 5 മണിയാണെങ്കിൽ 5 മണി. അപ്പോൾ എത്ര മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗിൽ ഇരിക്കണം, എത്ര മണിക്കൂർ ഞാൻ ഫുഡ് കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ലഘുവായിട്ട് കഴിക്കുക. അതായത് കുറച്ചായിട്ട് കഴിക്കുക. നമ്മളിപ്പോൾ 8 മണി തൊട്ട് 4 മണി വരെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്ന് കരുതി നമ്മൾ ഓവർ ക്വാണ്ടിറ്റി അല്ല കഴിക്കേണ്ടത്. കുറച്ച് ഇടവേളകളിലായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയില്ലേ. നമ്മൾ ഈ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് കഴിക്കില്ലേ, കുറച്ച് 3 നേരം കഴിക്കേണ്ട ഫുഡ് 6 നേരമായിട്ട് കഴിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ. സെയിം മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കുറച്ചായിട്ട് നമ്മൾ കഴിക്കുക. അങ്ങനെ പക്ഷെ ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ആ ടൈമിനപ്പുറം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഫുഡ് കഴിക്കാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, ഐസ്ക്രീം ഇഷ്ടം ഉണ്ടാവും, ചോക്ലേറ്റ്സ് ഇഷ്ടം ഉണ്ടാവും. അതൊക്കെ നമുക്ക് മനുഷ്യനാണല്ലേ, നമുക്കൊക്കെ അത് തോന്നും. പിന്നെ ഇനിയിപ്പോൾ തീരെ നമ്മളിപ്പോൾ 6 മണി വരെ ടൈം വെച്ചു, അല്ലെങ്കിൽ 4 മണി വരെ ഫാസ്റ്റിങ്ങിന് വേണ്ടി ഫുഡിന് വേണ്ടി എടുത്തു. 4 മണി കഴിഞ്ഞിട്ട് അയ്യോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു റോബസ്റ്റ് പഴം കഴിക്കുമ്പോൾ ഏത്തപ്പഴം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. റോബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ ഒരു പഴമോ കഴിക്കാം. ഒരു പഴവും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിശപ്പിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് വിശപ്പാണോ ദാഹമാണോ എന്നുള്ളത് പലർക്കും അറിയില്ല. നമുക്കിങ്ങനെ നല്ലോണം വയറിങ്ങനെ മറിഞ്ഞു കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നിങ്ങൾ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് നോക്കും, നമ്മുടെ വിശപ്പ് താനെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പരമാവധി അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് സാക്രിഫൈസ് ചെയ്യാം. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫാറ്റ് ബേൺ ആവും. ഓക്കെ, ഫാറ്റ് ബേൺ ചെയ്ത് പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃത്യനിഷ്ഠതയോടുകൂടി ഉറങ്ങാം. കറക്റ്റായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുക. 10 മണിയാണ്. അതും ഞാൻ നിങ്ങളുടെ ചോയ്സാണ്. കാരണം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ വീട്ടിലെ സിറ്റുവേഷനും പല രീതിയിലാണ്.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ നിങ്ങൾ ഒരു മാസം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ വെയിറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒറ്റ മാസം കൊണ്ട് 10 കിലോ വരെ കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ? ഒന്ന്, വെള്ളം കുടിക്കുന്നത് അല്ലേ, കറക്റ്റായിട്ട്. അപ്പോൾ 1 കിലോ, അതായത് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ആ രീതിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വെയിറ്റിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുറച്ച് ലഘുവായിട്ട് കഴിക്കുക. കാരണം ഇപ്പോൾ എന്തെങ്കിലും സാലഡ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് റാഗി കൊണ്ടുള്ള പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഓട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ധാന്യങ്ങൾ മുളപ്പിച്ചതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കാന്ന്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ചോയ്സ്, നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്ന ഫുഡ് നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് ഒരു പിടി നട്ട്സ് കഴിക്കാം, വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 8 മണി തൊട്ട് 4 മണി വരെയാണ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാം. പിന്നെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാം. ഇനിയിപ്പോൾ തീരെ വിശപ്പ് സഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 6 മണിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഫ്രൂട്ട് ഏതെങ്കിലും കഴിക്കാം. ഓറഞ്ചോ ആപ്പിളോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിന് കൂടുതൽ നമ്മൾ കഴിക്കരുത്. പിന്നെ രാത്രി 8 മണിക്ക് ശേഷം വെള്ളം കുടിക്കരുത്. 8 മണി വരെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു, പഞ്ചസാര എന്നുള്ള സാധനം ഈ ഒരു മാസം തൊടുകയേ ചെയ്യരുത്. പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഒരു സാധനങ്ങളും, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, പഞ്ചസാര നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം ഈ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കുറയുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ഒരാഴ്ച ഡയറ്റ് എടുത്തു, അത് കഴിയുമ്പോൾ അയ്യോ എനിക്ക് ചായ കുടിക്കണം അങ്ങനെ വരാനേ പാടില്ല. അങ്ങനത്തെ ക്രേവിങ്സ് നമുക്ക് വരാനേ പാടില്ല. അതിനാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഷുവർ ആയിട്ടും വെയിറ്റ് കുറയും. എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും. ഇതെൻ്റെ ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒരു മാസം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കൂ. ഒരുപാട് എക്സസൈസ് ചെയ്യേ, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ശരീരത്തെ കൊണ്ട് നമ്മളിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ കഴിച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത് അല്ലേ, അല്ലാതെ മറ്റൊരാൾ കഴിച്ചിട്ടല്ല നമുക്ക് വെയിറ്റ് കൂടുന്നത്. നമ്മൾ തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ബോഡീനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ എക്സസൈസ് ചെയ്താൽ നമുക്ക് ക്ഷീണാവും. അപ്പോൾ അങ്ങനെ ക്ഷീണമായിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം പട്ടിണി കിടന്നിട്ടൊന്നും വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ PCOD ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ ആ PCOD എല്ലാം കുറച്ചെടുത്തത് ഈ രീതിയിലുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ നല്ല സ്ലിം ആൻഡ് യങ് ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.